നമസ്കാരം. പരമശിവന്റെയും പാർവതിയുടെയും മകനായ മുരുകന്റെ ദിവസമാണ് ഹിന്ദുക്കൾ സ്കന്ദഷഷ്ഠിയായിട്ട് ആചരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഭക്തർക്ക് അവരുടേതായ ആചാരങ്ങളും വ്രതവും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വളരെ പ്രസിദ്ധമായ പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തിന് സമീപമാണ് പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. സ്കന്ദഷഷ്ഠി ദിവസം ഒരു പുണ്യ ദിവസമാണ്. കാർത്തികേയനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്ന ഒരു പുണ്യ ദിവസമാണ് സ്കന്ദഷഷ്ഠി ദിവസം. രാവിലെ എണീച്ച് കുറിയൊക്കെ തുടങ്ങുന്നത് ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ്. സ്കന്ദഷഷ്ഠി ദിവസം അരി ആഹാരം കഴിക്കാറില്ല. തട്ടം നേദിക്കാൻ കൊടുത്ത് അതിലുള്ള ആപ്പിൾ, ഓറഞ്ച്, പഴം, കരിക്ക് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആണ് തട്ടത്തിൽ നേദിക്കുന്നത്. തട്ടത്തിൽ നേദിച്ച ഈ പഴവർഗ്ഗങ്ങളെല്ലാം വൈകുന്നേരം ദീപം കണ്ടതിന് ശേഷമാണ് കഴിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഭസ്മവും ചന്ദനവും നൽകാറുണ്ട്. 7 ദിവസമാണ് സ്കന്ദഷഷ്ഠി വ്രതം. 6 ദിവസവും ഷഷ്ഠിവ്രതമെടുത്ത് ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന പച്ചരി ചോറാണ് കഴിക്കാറ്. സ്കന്ദഷഷ്ഠിയുടെ തലേ ദിവസം ഒരിക്കലെടുക്കാറുണ്ട്. സ്കന്ദഷഷ്ഠി വ്രതം എടുക്കുന്നവർ കൂടുതലായും ഒരു നേരമേ ആഹാരം കഴിക്കാറുള്ളൂ. ഗോതമ്പാണ് ഒരു നേരം ആഹാരമായി കഴിക്കുന്നത്. കൂടാതെ മുരുകന്റെ സ്തോത്രങ്ങളും സഹസ്രനാമവും വായിക്കാറുണ്ട്. അഷ്ടോത്തരനാമവും വായിക്കാറുണ്ട്.